ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ചെറിയൊരു ഷോപ്പിംഗ് ആട്ടോ. മോൾക്ക് വേണ്ടിയിട്ടൊരു ബോട്ടിൽ മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലൊരു കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് കയറാമെന്ന് വെച്ചു. അങ്ങനെ ഇവൾ കയ്യിലൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര നടന്നു തുടങ്ങിയതിന് ശേഷം ഭയങ്കര ഞുളപ്പാണ്. എല്ലാ പിള്ളേരും അങ്ങനെയാണല്ലോ. അപ്പോൾ താഴെ ഇറക്കിയപ്പോഴത്തേക്ക് അവൾ ഓരോന്നിലൊക്കെ കയറി പിടിക്കണം. അപ്പോഴത്തേക്ക് ചേട്ടൻ അവളെ ഇങ്ങനെ എടുത്ത്, അല്ലെങ്കിൽ അവൾ വൻ നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കി. പക്ഷെ നമ്മൾ മോൾക്ക് മേടിക്കാൻ വന്ന സാധനം കിട്ടിയില്ല. നമ്മളല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മൾ മേടിക്കാൻ വന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ടൈം കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോൾ ഓരോന്നൊക്കെ നോക്കി കണ്ടൊക്കെ ഇരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചേട്ടൻ അവളായിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. നമ്മൾ ഇറങ്ങുകയാണെന്നേരം. അങ്ങനെ നമുക്ക് ഒരു തരത്തിൽ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ കടയിൽ നിന്ന് ഇറങ്ങാൻ. ഒരുപാട് ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന കാര്യം നടന്നില്ല. അല്ലാതെ നമ്മൾ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. അവൾ എൻ്റെ അച്ചായിയെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. അങ്ങനെ ഇപ്പോൾ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഐസ്ക്രീം അല്ല, ഇവിടെ ഒരു മിൽക്ക് ഷേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് മേടിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചു. അപ്പോൾ അത്രയും